ഈ പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ ഉണ്ടല്ലോ, അദ്ദേഹം ചില ദുസ്വപ്നമൊക്കെ കണ്ട് ഞെട്ടി എഴുന്നേറ്റിട്ട് അപ്പോഴും പിച്ചുമ്പയും പറയുന്ന കൂട്ടത്തിൽ S-400 എന്ന് പറയുന്നുണ്ടെന്നാണ് ചില അസൂയാലുക്കൾ പറഞ്ഞു പരത്തുന്നത് അത്രേ. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇന്ത്യയുടെ 2 S-400 തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രസകരമായ പല സംഗതികളും വന്നു. കാര്യം AI ജനറേറ്റഡ് സാങ്കേതിക വിദ്യയോടുകൂടി നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഇന്ത്യയുടെ S-400 ഞങ്ങൾ തകർത്തു, ഇപ്പോൾ തകർത്തു, ഇന്നലെ തകർത്തു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അതിലും രസകരമായൊരു സംഗതി വന്നു. നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്കുള്ള ധീരതയ്ക്കുള്ള മെഡൽ വിതരണം ചെയ്യുന്നതിനിടയിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹം വന്ന് മെഡൽ സ്വീകരിക്കും, അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, ദാ ഈ കാണുന്ന ഈ മനുഷ്യനാണ് S-400 തകർത്തതെന്ന്. അപ്പോൾ ആ സൈനികൻ അപ്പം ഞെട്ടുകയാണ്. ഏതായാലും ആ വീഡിയോയൊക്കെ വളരെ രീതിയിൽ ട്രോളൊക്കെ ഏറ്റുവാങ്ങിയിരുന്നു. ആ സമയത്ത് തന്നെ ഇന്ത്യ ഈ S-400 നശിച്ചിട്ടില്ല, നമ്മുടെ S-400 കാരണമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വിജയം കൈവരിച്ചത് എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ച കാര്യം. അപ്പോൾ ഇന്ത്യയുടെ മൊത്തം 3 S-400 ഇന്ത്യക്ക് ആ സമയത്തുണ്ടായിരുന്നത്. മൊത്തം 5 എണ്ണം നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, 3 എണ്ണേ നമ്മുടെ കയ്യിലുള്ളൂ. അതിൽ ചില സ്ഥലങ്ങളിൽ വിന്യസിച്ചിരുന്ന, അതായത് നമ്മുടെ വടക്കും അതേപോലെ തന്നെ പടിഞ്ഞാറും സ്ഥലങ്ങളിൽ, അതിർത്തി മേഖലകളിലാണ് നമ്മൾ ഈ S-400 വിന്യസിച്ചിരുന്നത്. അപ്പോൾ അവിടെ അധംപൂർ, പഞ്ചാബിലെ അധംപൂർ എന്ന് പറയുന്ന നമ്മുടെ വ്യോമസേനാ താവളത്തിൽ സജ്ജീകരിച്ചിരുന്ന S-400 തകർത്തു എന്നുള്ളതാണ് പാകിസ്ഥാൻ ആദ്യം അവകാശപ്പെട്ടത്. ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കിയേ. ഇതിൽ നരേന്ദ്രമോദി സല്യൂട്ട് ചെയ്യുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കരുത്, അതിൻ്റെ പുറകിലൊരു തൂണ് പോലൊരു സാധനം നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് S-400. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തകർത്തു, അധംപൂരിൽ തകർത്തു എന്ന് പറയുന്ന S-400 അവിടെ മോദിക്ക് പിന്നിൽ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ ആ അവകാശവാദത്തിൻ്റെ ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ പിന്നെയും അവർ നിരന്തരം ഈ ആക്ഷേപം, ഈ ഒരു എന്താ പറയുക, പ്രഹസനം, എന്തൊരു പ്രഹസനമാണ് സജി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്ന അടിസ്ഥാനത്തിൽ സഹികെട്ട് നമ്മുടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഉണ്ടല്ലോ, അവർ ഇതിലൊരു ഫാക്ട് ചെക്ക് നടത്തി. ഇവർ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അങ്ങനെ ഫാക്ട് ചെക്ക് നടത്തിയിട്ട് അവർ പറയുകയാണ് അങ്ങനൊരു സംഭവമേ ഇല്ല. അപ്പോൾ ഈ ഫാക്ട് ചെക്ക് നടത്താനായിട്ട് ഒരു സംഭവം കൂടെ ഉണ്ടായി. അത് കഴിഞ്ഞ നമ്മുടെ പുടിൻ ഇന്ത്യയിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പൊങ്ങി വന്ന ഒരു ഔദ്യോഗിക ലെറ്റർ എന്ന് പറയപ്പെടുന്ന സംഗതി, നമ്മുടെ സൈനിക രഹസ്യ സ്വഭാവമുള്ളൊരു കത്ത്. അതിൽ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് അറ്റാഷെ ക്യാപ്റ്റൻ ശിവകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഉന്നത സൈനിക മേധാവികൾക്ക് കൊടുക്കുന്ന റിക്വസ്റ്റാണ് 2 S-400 അത് വീണ്ടെടുക്കാനാകാത്ത വിധം അത് തകർന്ന് തരിപ്പണമായി പോയി. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുന്ന പുടിൻ്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരണമെന്ന് ഇദ്ദേഹം ശുപാർശ ചെയ്തു എന്ന് പറയപ്പെടുന്ന രീതിയിലുള്ളൊരു കത്താണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മൾ S-400 തകർന്നിട്ടില്ല എന്ന തരത്തിൽ ഫാക്ട് ചെക്ക് നടത്തി ആ ആരോപണം, ആ അവകാശവാദത്തിൻ്റെ മുനയൊടിച്ചതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു കത്തും കൂടി പൊങ്ങി വന്നു. അപ്പോൾ അതും ഫാക്ട് ചെക്ക് നടത്തിയിട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുകയാണ്, ഇങ്ങനെ ഒരു കത്തേ ഇല്ല, ഇത് വ്യാജമായ കത്താണ്, ഇത് പ്രചരിപ്പിക്കുന്നവർ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്തെന്ന് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പും കൂടി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നൽകുന്നുണ്ട്. അപ്പോൾ ഈ S-400 എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളിൽ ഇങ്ങനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അതിന് കാരണവുമുണ്ട്. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ച ശേഷം നമ്മുടെ വ്യോമസേനാ മേധാവി AP സിംഗ്, അമർപ്രീത് സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം പുറത്തുവിട്ട കണക്ക് കുറഞ്ഞതൊരു 6 വിമാനങ്ങളെങ്കിലും, പാകിസ്ഥാൻ്റെ 6 വിമാനങ്ങളെങ്കിലും S-400 ഒറ്റയ്ക്ക് തീർത്തിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 5 എണ്ണം ഫൈറ്റർ ജെറ്റുകളാണ്. അമേരിക്കൻ നിർമ്മിത F-16 അടക്കമുള്ള ഫൈറ്റർ ജെറ്റുകൾ S-400 അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. കൂടാതെ ഒരു എയർബോൺ ഏർലി വാർണിംഗ് കൺട്രോൾ, അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ വിമാനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള റഡാർ സംവിധാനം, അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കും, ദൂരത്തുനിന്ന് എവിടെന്നെങ്കിലും ശത്രുവിൻ്റെ ആക്രമണം വന്നാൽ അത് മുൻകൂട്ടി മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ എയർബോൺ ഏർലി വാർണിംഗ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ അങ്ങനെ ഒരു വിമാനവും പാകിസ്ഥാൻ്റെ ഇന്ത്യ S-400 കൊണ്ട് അടിച്ചിട്ടു. അത് വെറും അടിച്ചിട്ടല്ല, ഇത് ഏതാണ്ട് 300 കിലോമീറ്റർ അപ്പുറം വരെ
S-400 മിസൈൽ സഞ്ചരിച്ച് എന്നാണ് ഇതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞത്. അപ്പോൾ അത് ഈ പ്രതിരോധ രംഗത്തെ ഒരു റെക്കോർഡ് കൂടിയാണ്. കാര്യം അത്രയും ദൂരം വരെ ഒരു മിസൈൽ സഞ്ചരിച്ച്, അതും ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെതായ മിസൈൽ സഞ്ചരിച്ച് എന്ന് തകർക്കുക, അതൊരു ആദ്യത്തെ അനുഭവമാണ്. പ്രത്യേകിച്ചും ഈ S-400 എന്ന് പറയുന്ന ആ മിസൈൽ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനം ഒരു യുദ്ധത്തിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ S-400 മികവിനെക്കുറിച്ച് മുമ്പ് കേട്ടുകേൾവി മാത്രമുണ്ടായിരുന്നത് നേരിട്ട് പലർക്കും ബോധ്യമായത്, പലരും ഞെട്ടിയതും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് എന്നുള്ളതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ S-400 നമ്മൾ ഒരു മറ്റൊരു പേരിട്ടാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്, സുദർശന ചക്രം. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആയുധമായ സുദർശന ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ധർമ്മസ്ഥാപനത്തിനായിട്ട് മഹാവിഷ്ണു അയച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് അത് തിരികെ വരൂ. ഏത് ശത്രുവാണെങ്കിലും അവരുടെ തലയെറുത്തിട്ടായിരിക്കും അത് തിരിച്ചു വരിക. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാനൊക്കില്ല. അതാണ് സുദർശന ചക്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതേപോലെ ഉള്ള ഒരു ആയുധം എന്ന നിലയ്ക്കാണ് S-400 എസ് എന്നുള്ളതിന് സുദർശന ചക്ര എന്നുള്ളൊരു ഫുൾ ഫോം കൊടുത്ത് നമ്മൾ അതിനെ ഇങ്ങോട്ട് നമ്മുടെ സേനയുടെ ഭാഗമാക്കിയത്. അപ്പോൾ ഇവിടെ S-400 എന്ന് പറഞ്ഞാൽ ഒരു സാമാണ്, അതായത് ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈലുകൾ ഉള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ്. 3 തരം മിസൈലുകളാണ് അതിൽ ഉപയോഗിക്കുക. ഒന്ന് 120 കിലോമീറ്റർ വരെ ഉള്ളത്, മറ്റൊന്ന് 250 കിലോമീറ്റർ വരെ, ഒന്ന് 400 കിലോമീറ്റർ. അതാണ് ഏറ്റവും മാക്സിമം. പരമാവധി 400 കിലോമീറ്റർ വരെ ദൂരം ചെന്ന് ഒരു ശത്രുവിൻ്റെ സാധ്യതയെ അത് ഒരു വിമാനമാകാം, ഒരു ബാലിസ്റ്റിക് മിസൈലാകാം, ഒരു ഡ്രോൺ ആകാം, ഏതിനെയും നമുക്ക് തകർക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ മേഖലയെ തന്നെ മൊത്തത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നിരീക്ഷണ വലയത്തിൽ നിർത്താൻ ഈ S-400 ഭാഗമായിട്ടുള്ള റഡാർ സംവിധാനത്തിന് ആ സമയത്ത് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സംഗതി. അതുകൂടാതെ ആ ഒരു ഇന്ത്യ എന്ന് പറയുന്ന മുഴുവൻ ഒരു പ്രദേശത്തെ അതിർത്തി മേഖല മാത്രമല്ല, പ്രധാന നഗരങ്ങൾ ഏതാണ്ട് 30ഓളം നഗരങ്ങളെ S-400 കുടക്കീഴിൽ കൊണ്ടുവരാനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഡൽഹി, മുംബൈ, കൽക്കട്ട അടക്കമുള്ള പ്രധാന നഗരങ്ങളെ പോലും S-400 സുരക്ഷാ വലയത്തിന് കീഴിലാണ് നിലവിലുള്ളതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ S-400 നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ പോയപ്പോൾ അത് വാങ്ങിയത് 2018 അതും വളരെ ചരിത്രപരമായ സംഗതിയാണ്. കാര്യം അമേരിക്ക വലിയ ഉപരോധ ഭീഷണിയൊക്കെ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചു. നിങ്ങളത് വാങ്ങാൻ പോയാൽ ഞങ്ങൾ നിങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തും. പക്ഷേ ഇന്ത്യ അത് വാങ്ങി. ആ വെല്ലുവിളി അവഗണിച്ചുകൊണ്ട് തന്നെ ഇന്ത്യ വാങ്ങി. ഏതാണ്ട് 5.4 ബില്യൺ അമേരിക്കൻ ഡോളറാണ് അതിനുവേണ്ടി ചിലവാക്കിയത്. ഇന്ത്യൻ കറൻസിയിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 35,000 കോടി, 5 എണ്ണത്തിന് 35,000 കോടിയാണ് ഇന്ത്യ മുടക്കിയത്. ഏതാണ്ട് ഒരു S-400 മാത്രം 1.25 ബില്യൺ അമേരിക്കൻ ഡോളർ ചിലവാകും വാങ്ങാനായിട്ട് വേണ്ടി മാത്രം. പിന്നെ അതിൻ്റെ പ്രവർത്തന ചെലവ് വേറെ. അപ്പോൾ ഈ പറയുന്ന S-400 ഏറ്റവും വലിയ പ്രത്യേകത, അത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പരമാവധി ഏറ്റവും കുറഞ്ഞ ഉയരം 10 മീറ്റർ മുതൽ 30 കിലോമീറ്റർ വരെ ഉയരമുള്ള, സമുദ്രനിരപ്പിൽ നിന്ന് 30 കിലോമീറ്റർ വരെ ഉയരമുള്ള പ്രദേശത്ത് പോലും ഈ S-400 എത്തിച്ച് നമുക്ക് വ്യോമ പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ഒരു സർഫേസ് ടു എയർ, ഭൂതലത്തിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ആകാശത്തേക്ക് വിക്ഷേപിക്കുന്ന മിസൈലുകളാണെങ്കിലും ഇതൊരു വാഹനത്തിൽ ഘടിപ്പിച്ച നിലയിലാണ് ഈ മിസൈലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം ഈ മിസൈൽ കൊണ്ട് ആക്രമിച്ചിട്ട് അതേസമയം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ശത്രുവിന് ഈ മിസൈൽ വന്ന ഉറവിടം അന്വേഷിച്ച് പ്രത്യാക്രമണം നടത്തുന്ന സമയം കൊണ്ട് നമുക്ക് ഈ S-400 സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതും ഈ ഒരു നിർണായക മേൽക്കൈ നേടാൻ ഇന്ത്യയെ സഹായിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം നിലവിൽ മറ്റു പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നിലവിലുണ്ട്. അതൊന്ന് MIM എന്ന് പറയുന്ന MIM പാട്രിയറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന് അതിൻ്റെ റഡാറിന് പരമാവധി 150 കിലോമീറ്റർ വരെ സഞ്ചരിച്ച് ശത്രുവിൻ്റെ ആക്രമണത്തെ മുൻകൂട്ടി കാണാൻ പറ്റുള്ളൂ. പിന്നെ HQ-9 എന്ന് പറയുന്ന ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനം, അതാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അതിന് 200 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റഡാറിൻ്റെ റേഞ്ച്. പിന്നെ അമേരിക്കൻ നിർമ്മിത താഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിന് 200 കിലോമീറ്റർ വരെയാണ് റേഞ്ച്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഈ S-400 എന്ന് പറയുന്ന ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വലിയ ഒരു മേൽക്കൈ ഇന്ത്യക്ക് പാകിസ്ഥാന് മേൽ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ S-400 വിശ്വാസ്യതയെ തകർക്കുന്ന തരത്തിൽ നിരന്തരമായി പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം.
അതേപോലെ ഈ കൂടുതൽ S-400കൾ, അതായത് ഇന്ത്യ നിലവിൽ 5എണ്ണമാണ് റഷ്യയുമായിട്ട് കരാറിലുണ്ടായിട്ടുള്ളത്. കൂടുതൽ ഒരു 5എണ്ണം കൂടി, മൊത്തം 10 S-400കൾ കൂടി വേണം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. കൂടാതെ S-400 ചേട്ടനായിട്ട് വരും, S-500 കൂടി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 നമുക്ക് നേടിത്തന്ന മേധാവിത്വം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിനെ ദുർബലപ്പെടുത്തുക, അതിനെ അപഖ്യാതി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇങ്ങനെ ദുഷ്പ്രചാരണം നടത്തുന്നത്, വ്യാജ പ്രചാരണം നടത്തുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളുടെ എല്ലാം തന്നെ ഇപ്പോൾ ഇതോടുകൂടി മുനയൊടിഞ്ഞിരിക്കുകയാണ്.